ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 18 ആണ്. അപ്പോൾ വീഡിയോ 1 തൊട്ട് 17 വരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാം, പൈസ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കാൻഡിൽസ്റ്റിക് പാറ്റേണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാൻഡിൽസ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ചോദിക്കും, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതെന്തിനാണ് പഠിക്കുന്നത്? ശരിയാണ്, ഇത് ബേസിക് ആണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുമ്പോൾ എന്താവും, അത് ബേസിക് അല്ലതായി മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ പലതും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാണും. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വായിക്കാം: ഹാമർ, ഇൻവേഴ്സ് ഹാമർ, മോർണിംഗ് സ്റ്റാർ, 3 വൈറ്റ് സോൾജർ, ഷൂട്ടിംഗ് സ്റ്റാർ, ബെയറിഷ് എൻഗൾഫിംഗ്, ഡാർക്ക് ക്ലൗഡ് കവർ, 3 ബ്ലാക്ക് ക്ലൗഡ്സ്, അങ്ങനെ ഒരുപാട് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എവിടെ അപ്ലൈ ചെയ്യും, എവിടെ ചാർട്ടിൽ കാണുമ്പോൾ എവിടെ മനസ്സിലാക്കും? നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ശരിയല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമുക്കിതൊന്ന് ചെറുതാക്കാൻ നോക്കാം. ഇതെങ്ങനെ നമുക്ക് ചെറുതാക്കാം, ഏതൊക്കെ ആവശ്യമുള്ളത് നമുക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെറുതാക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് മോർണിംഗ് സ്റ്റാറും 3 വൈറ്റ് സോൾജറും ഡാർക്ക് ക്ലൗഡും മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ബെയറിഷ് എൻഗൾഫിങ്ങും ഈവനിങ് സ്റ്റാറും മറ്റേത് രണ്ടും പോട്ടെന്ന് ചോദിച്ചു. അതിനുശേഷം ഇത് വീണ്ടും കുറച്ചു, ബെയറിഷ് എൻഗൾഫിങ്ങും ഈവനിങ് സ്റ്റാറും ഡാർക്ക് ക്ലൗഡ് കവറായിട്ട് കുറച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഡാർക്ക് ക്ലൗഡ് മാത്രമാക്കി, കവറാക്കി. പിന്നെ നോക്കിയപ്പോൾ എന്താ, ബെയറിഷ് എൻഗൾഫിങ് വലുതായി, അവനും വലുതായി. ഓക്കെ, അവൻ ഇതിനെ എൻഗൾഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവസാനം എന്താണ് ശേഷിച്ചത്? ഹാമർ, ഇൻവേഴ്സ് ഹാമർ, ബുള്ളിഷ് എൻഗൾഫിങ്, ബെയറിഷ് എൻഗൾഫിങ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ 4 കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. എന്താണ് ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺ? ഈ 4 ഹാമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാമർ എന്ന് പറയുമ്പോൾ ദാ വന്നു, അതായത് ഹാമർ പോലെ ഇരിക്കും. അതായത് ഒരു ക്യാൻഡിൽ കണ്ടതിന് താഴെ നമുക്ക് വാല് കൂടുതലായിരിക്കും. എന്നിട്ട് കളർ, അതിൻ്റെ പ്രത്യേകത, കളർ ഏതായാലും കുഴപ്പമില്ല. ചിലപ്പോൾ റെഡ് ആവാം, അല്ലെങ്കിൽ ഗ്രീൻ ആവാം. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഹാമർ എന്താണ്? ഇൻവേഴ്സ് ഹാമർ അടുത്തതിൽ പറയാം. അപ്പോൾ അത് ഈ ഹാമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച കളർ ആയാലും കുഴപ്പമില്ല, റെഡ് കളർ ആയാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെന്താണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയുള്ള വാല്, അതിനെ വിക്കെന്നും പറയും. അതിനൊരർത്ഥം എന്താണ്? അതായത് ഇവിടം വരെ സ്റ്റോക്കിൻ്റെ വില താഴെ വന്നെങ്കിലും അത് മേലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കാരണം ഭയങ്കര ബൈയിങ് പവർ ഉണ്ടായിരുന്നു. ആ ഒരു വാല് കാരണമാണ് ഇതിനെ ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഇൻവേഴ്സ് ഹാമർ എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ ഞാൻ പഠിച്ചില്ലേ, ഇൻവേഴ്സ് ഹാമർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ആയിട്ട്, അതായത് വാലും ഹാമറിൻ്റെ താഴെ ആയിരുന്നെങ്കിൽ ഇൻവേഴ്സ് ഹാമറിൽ അത് മേലെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻവേഴ്സ് ഹാമർ ആയാലും അതെ സെയിം തന്നെ, കളർ ഏതായാലും കുഴപ്പമില്ല. അതായത് വാല് അതിൻ്റെ മുകൾ ഭാഗത്ത് വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഹാമറിൻ്റെ മേലേൽ താഴേൽ വാല്, ഇൻവേഴ്സ് ഹാമറിൽ മുകളിൽ വാല്. ഇനി ബുള്ളിഷ് എൻഗൾഫിങ്ങും ബെയറിഷ് എൻഗൾഫിങ്ങും നോക്കാം. ബുള്ളിഷ് എൻഗൾഫിങ് എങ്ങനെയാണ്? അതായത് എൻഗൾഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പഠിക്കാം. എൻഗൾഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ വിഴുങ്ങുക എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം വിഴുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ എന്താണ്, നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്യാൻഡിൽ, അതായത് ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ, അതായത് സ്റ്റോക്ക് ഇതിന് താഴേക്ക് ഇങ്ങനെ വന്ന് ഒരു ചുവന്ന ക്യാൻഡിൽ, അതായത് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു. ആ ഒരു ക്യാൻഡിൽ 1നെ ഈ രണ്ടാമത്തെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ, അതായത് ഒരു പച്ച ക്യാൻഡിൽ, അതായത് സ്റ്റോക്ക് മേലേക്ക് പോകുന്ന ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇതിന് മൊത്തത്തിൽ വിഴുങ്ങി. അതായത് ഈ ക്യാൻഡിലിൻ്റെ മേലേലും താഴേലുള്ളതിൻ്റെ മൊത്തം സൈസിനേക്കാളും മേലേൽ അത് വിഴുങ്ങിയിട്ട് ഇതിങ്ങോട്ട് മേലോട്ട് പോയി. അതാണ് ബുള്ളിഷ് എൻഗൾഫിങ്. മനസ്സിലായില്ലേ? എൻഗൾഫിങ്, വിഴുങ്ങുക. ഇനി ബെയറിഷ് എൻഗൾഫിങ് ആണെങ്കിലോ, സ്റ്റോക്കിങ്ങനെ മേലേക്ക് പോണ്, പച്ച ക്യാൻഡിൽ വന്ന് പോണ്. ആ ഒരു ക്യാൻഡിൽ 1നെ രണ്ടാമത്തെ ക്യാൻഡിലായിട്ടുള്ള ഈ ബെയറിഷ് ആയിട്ടുള്ള ഈ റെഡ് ക്യാൻഡിൽ അവിടെ നിന്ന് ബും തന്നെ താഴേക്ക് വന്നിട്ടുള്ള ക്യാൻഡിൽ എന്ത് ചെയ്തു, വിഴുങ്ങി. അപ്പം അതിനെ പറയും ബെയറിഷ് എൻഗൾഫിങ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യുക. അതെനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോകളുടെ ഏർലി ആക്സസ് കിട്ടുന്നതിനൊപ്പം ഇപ്പോൾ പഠിക്കാവുന്നതും ട്രേഡ് ചെയ്യാവുന്നതായ സ്റ്റോക്കുകൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഫസ്റ്റത്തെ നമ്മൾ പഠിച്ചു ഹാമർ, രണ്ടാമത്തെ ഇൻവേഴ്സ് ഹാമർ, മൂന്നാമത് നമ്മൾ പഠിച്ചു ബുള്ളിഷ് എൻഗൾഫിങ്, നാലാമത് നമ്മൾ പഠിച്ചു ബെയറിഷ് എൻഗൾഫിങ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് വിചാരിക്കുക, എല്ലാം ഒരു 5 മിനിറ്റിലാണ് സംഭവിച്ചത്. 5 മിനിറ്റിൽ. അപ്പോൾ ഈ ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ എന്താണ് നമുക്ക് നടന്നു നോക്കാം. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില, ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഇങ്ങനെ ഈ ഒരൊറ്റ ക്യാൻഡിൽ ഇത്രയും വില ഉണ്ടാവണമെന്നില്ല. ഈ സ്റ്റോക്കിൻ്റെ വില 100 രൂപയെന്ന് ചോദിക്കുക. ആ സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ 100 രൂപ വില ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ത് ചെയ്തു, മേലോട്ട് പോയി. ഇവിടം വരെ ഒരു സമയത്ത് ഇതൊരു പച്ച ക്യാൻഡിലായിരുന്നു. മേലോട്ട് പോയെങ്കിലും ഒരുപാട് ആൾക്കാർ വിൽക്കാനുണ്ടായതുകൊണ്ട് അത് താഴേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അതായത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്
മേലോട്ട് പോയതിന് ശേഷം താഴോട്ട് വന്ന് അവസാനം 5 മിനിറ്റ് ആയപ്പോഴേക്കും അതൊരു ചുവന്ന ക്യാൻഡിലായിട്ട് മാറി. ഓക്കെ, അതിനുശേഷം അടുത്ത 5 മിനിറ്റിൽ എന്ത് സംഭവിച്ചു? അതേ ഒരു ക്ലോസ് ചെയ്ത ഒരു പ്രൈസിൽ നിന്ന് അടുത്ത ക്യാൻഡിൽ തുടങ്ങി, ആ ക്യാൻഡിൽ 95 രൂപയിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? താഴോട്ട് പോയിട്ട് 85 രൂപ വരെ റെഡ് കളർ വന്നിട്ട്, ഞാനൊരു ചുമ്മാ ഒരു പ്രൈസ് പറയണത്, എക്സാക്റ്റ് അല്ല, 85 പ്രൈസ് വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് അത് മേലേക്ക് പോയി ഒരു 100-110 വരെയൊക്കെ പോയിട്ട് തിരിച്ച് ഒരു വാല് പോലെ സംഭവിച്ചിട്ട് ഇവിടെ ഒരു 108 സംഭവിച്ചു. മനസ്സിലായത്? അതായത് എന്താണ് സംഭവിച്ചത്? ഫസ്റ്റത്തെ 5 മിനിറ്റിൽ ഇവിടെ ഓപ്പൺ ചെയ്ത ഒരു ക്യാൻഡിൽ അടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോസ് ആയി. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റത്തെ 5 മിനിറ്റിൽ ഇത്രയും സംഭവിച്ചു, അടുത്ത 5 മിനിറ്റിൽ ഇത്ര സംഭവിച്ചു. അപ്പോൾ ഈ 2 ക്യാൻഡിലുകൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് എന്ത് സംഭവിക്കും? അതായത് 5 10 മിനിറ്റിൽ എന്താണ് സംഭവിച്ചത്? 10 മിനിറ്റ് ആവും. അപ്പോൾ എന്താവും? ഈ ഒരു ക്യാൻഡിൽ 10 മിനിറ്റ് ആവും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മേലോട്ട് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ താഴത്തെ ലൈൻ എന്താവും? നമ്മളെ പോവും. താഴത്തെ ഈ റെഡ് കളർ പോവും. അവിടെ എന്താവും? ഒരു നീളത്തിൽ ഒരു വാല് പോലെ വരും. അതായത് 10 മിനിറ്റിൽ ഇതാണ് അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. മനസ്സിലായോ ഫ്രണ്ട്സ്? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് എന്താണ്? അതായത് 5 മിനിറ്റിലെ ഹാമർ തന്നെയല്ലേ ഇത്? അതായത് 5 മിനിറ്റിലെ നമ്മൾ നേരത്തെ പഠിച്ച ഹാമർ തന്നെയല്ലേ ഇത്? അല്ലേ ഫ്രണ്ട്സ്? അതെ. അതായത് 5 മിനിറ്റിൽ നമ്മൾ പഠിച്ച ഹാമറാണ് ഈ 10 മിനിറ്റിൽ എന്താണ്? 10 മിനിറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞിട്ട് പറയണത്. അതായത് ഒരു ക്യാൻഡിൽ കാണിക്കുന്നതിന് പകരം 5 മിനിറ്റിലുള്ള 2 ക്യാൻഡിലാക്കിയിട്ട് അവർ കാണിക്കുന്നത് എന്താണ്? സെയിം നമ്മുടെ ഹാമറാണ്. അതായത് 10 മിനിറ്റിലെ ഹാമറാണ് 5 മിനിറ്റിലെ ബുള്ളിഷ് എൻഗൾഫിംഗ്. മനസ്സിലായി ഫ്രണ്ട്സ്? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അടുത്തത് നോക്കാം. ബാരിഷ് എൻഗൾഫിംഗ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 5 മിനിറ്റിൽ ഓപ്പൺ ചെയ്തു, അതിനെ വിഴുങ്ങിയിട്ട് അടുത്തൊരു ക്യാൻഡിൽ വന്നു. അപ്പോൾ എന്താണ്? ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു, അല്ലേ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താണ്? തിരിച്ച് താഴേക്ക് വാല് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഇൻവേഴ്സ് ഹാമർ സംഭവിച്ചു. മനസ്സിലായോ? അതായത് 5 മിനിറ്റിലെ ബാരിഷ് എൻഗൾഫിംഗ് എന്താണ്? 10 മിനിറ്റിലെ ഇൻവേഴ്സ് ഹാമറാണ്. മനസ്സിലായോ ഫ്രണ്ട്സ്? അതായത് രണ്ടും, അതായത് 10 മിനിറ്റിലെ ഹാമർ 5 മിനിറ്റിലെ ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. മനസ്സിലായോ ഫ്രണ്ട്സ്? ഒന്നുകൂടി പറയണം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് അവർ പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ. അതായത് ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ എന്താ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 5 മിനിറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണത്, 5 മിനിറ്റിലെ ചാർട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് പഠിപ്പിക്കാൻ, 10 മിനിറ്റിൽ എന്താണ് ഒരു ഹാമറോ ഒരു ബുള്ളിഷ്നെസ്സോ വരുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് 10 മിനിറ്റിലെ ചാർട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ട്രിക്കാണ് വളഞ്ഞ വഴി. മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ പല ക്യാൻഡിൽസ്റ്റിക്കുകൾ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കൂടി ഞാൻ പറയാം. നിങ്ങളൊരു 5 മിനിറ്റിൽ ഒരു 1, 2, 3 എന്താണ് പാറ്റേൺ, 1, 2, 3 ക്യാൻഡിൽ ഉപയോഗിച്ചിട്ടൊരു പാറ്റേൺ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മളത് എന്താണ്, അതിൻ്റെ അടുത്ത ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ഹാമറോ ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിലിൻ്റെ ഒരു പാറ്റേണാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിപ്പോൾ ബുള്ളിഷ് എൻഗൾഫിംഗ് ആവാം, അതല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ആവാം. മോർണിംഗ് സ്റ്റാർ ആണെങ്കിൽ എന്താണ് 5 മിനിറ്റിൻ്റെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ്, അപ്പോൾ 15 മിനിറ്റിൻ്റെ ചാർട്ടായിരിക്കും അത് പഠിപ്പിക്കുന്നത്. അതായത് 3 ക്യാൻഡിലുള്ള ഏതെങ്കിലും ഒരു ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺ പഠിപ്പിക്കുകയാണെങ്കിൽ അത് 15 മിനിറ്റിലെ ഒരു ചാർട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. 15 മിനിറ്റിലെ ചാർട്ട് നിങ്ങൾ 5 മിനിറ്റിൻ്റെ ചാർട്ട് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ചുമ്മാ ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. മോർണിംഗ് സ്റ്റാർ എന്താണ്? ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? മേലേക്ക് പോയി താഴേക്ക് വന്ന് 5 മിനിറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തു, അടുത്ത 5 മിനിറ്റിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു, അടുത്ത 5 മിനിറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണ്? വാല്. അപ്പോൾ എന്താണത്? മനസ്സിലായില്ലേ? ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, 5 മിനിറ്റിൽ സംഭവിച്ചത് ഇവിടെ വരുമ്പോൾ എന്താണ്? 15 മിനിറ്റിലെ ഹാമർ. മനസ്സിലായോ ഫ്രണ്ട്സ്? സിമ്പിൾ. അതായത് 5 മിനിറ്റിന് പകരം 15 മിനിറ്റ് ആകുന്നു. 5 മിനിറ്റിലെ 3 ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 15 മിനിറ്റിൽ കിട്ടും. ഇനി അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈവനിങ് സ്റ്റാർ ആണെങ്കിലോ, ഈവനിങ് സ്റ്റാർ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, അത് മേലോട്ട് ഗ്രീൻ വന്നു, അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഒരു പച്ച നിറത്തിലുള്ള ഇൻവേഴ്സ് ഹാമർ. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഹയർ ടൈം ഫ്രെയിം നമ്മൾ നോക്കാൻ പഠിക്കണം. നിങ്ങൾ ഒരു 5 മിനിറ്റിന് ചാർട്ട് മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്, 15 മിനിറ്റിന് ചാർട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്, 1 ഡേ മാത്രം വെച്ചിട്ട്
ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് അതിൻ്റെ മേലേക്കുള്ള ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കാനും മനസ്സിലാക്കാനും പഠിക്കുക. അപ്പോൾ അത് നോക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് വളഞ്ഞ രീതിയിൽ മൂക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ ക്യാൻഡിൽസ്റ്റിക്കുകളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കുറേ കണ്ടതും. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ക്യാൻഡിൽസ്റ്റിക്കുകൾ പിന്നെ തലയിൽ ഇങ്ങനെ ഓർത്തോർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കി അങ്ങോട്ട് എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സ്വയം നോക്കിക്കൂടെ? നിങ്ങൾക്ക് സ്വയം നോക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ ആകെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആകെ 3 ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകളേ ഉള്ളൂ. നിങ്ങൾ ഞെട്ടിപ്പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിൽ എത്ര ഉള്ളൂ? എന്താണ്? ഒരു വലിയ മുഴുത്തൊരു പച്ച ക്യാൻഡിൽ, വലിയൊരു മുഴുത്ത് എന്താണ് റെഡ് ക്യാൻഡിൽ, പിന്നെ താഴേക്കൊരു വാല്, മേലേക്കൊരു വാല്. അപ്പോൾ ഇതിൻ്റെ കളറുകൾ വ്യത്യാസമല്ല. ഈ വാലുകൾ ചിലപ്പോൾ ഇതിന് കളർ ചിലപ്പോൾ ചോപ്പയായിരിക്കാം, പച്ചയായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ പച്ചയാണെങ്കിൽ ഇവിടെ ചോപ്പയായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിൽ. അപ്പോൾ ഒരുപാട് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ പഠിച്ച് നിങ്ങളിതിനെ മനസ്സിലാക്കി വെക്കണമെന്ന് ഒരു ആവശ്യമില്ല. പക്ഷെ പഠിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലുള്ള ലിസ്റ്റാണ്. നിങ്ങൾക്ക് എത്രയോ സിമ്പിളാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകളൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതൊരു ഇതൊക്കെ ഒഴിഞ്ഞു പോയി എന്ന് എനിക്ക് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാം. അപ്പോൾ അവസാനം പോകുന്നതിന് മുന്നേ നമുക്കൊരു ഗെയിം ആയാലോ. ഒരു ഭയങ്കര ഒരു വലിയൊരു ഫേമസ് ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കപ്പ് ആൻഡ് ഹോൾഡർ. അതായത് ഒരു കപ്പിൻ്റെ ഷേപ്പിൽ നമ്മുടെ ക്യാൻഡിലുകൾ വന്നിട്ട് അതിനുശേഷം ഒരു കപ്പിൻ്റെ പിടി പോലെ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഇവിടെ ബൈ ചെയ്യും. അപ്പോൾ ഇതൊരൊറ്റ ക്യാൻഡിലിൻ്റെ ഒരു പാറ്റേൺ ആണ്. അതെന്തിട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം കമൻറ്റ് ചെയ്യണത് ആരാണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.